أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما نافعا. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കാനുള്ള അവസരം അല്ലാഹു തന്നത്. അൽഹംദുലില്ലാ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം നമുക്ക് പഠിക്കാനും കേൾക്കാനും ഓതാനും മനസ്സിലാക്കാനും എല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് ദിവസേന അവസരം തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അൽഹംദുലില്ലാ. നമ്മൾ ഒരുപാട് റബ്ബിനെ സ്തുതിക്കണം, ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് അള്ളാഹുവിന് ഒരുപാട് ശുക്ർ ചെയ്യണം, അള്ളാഹുവിന് ഒരുപാട് സ്തുതി പറയണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കാരണം അള്ളാഹ് നമ്മളെ ഹിദായത്തിന്റെ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുകയാണ് അല്ലെ. നമ്മളെപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ ഞങ്ങളെ നയിക്കണമേന്ന് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹം, അള്ളാഹിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് കിട്ടുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാ കർമ്മങ്ങളും അള്ളാഹ് ഇഖ്ലാസോടെ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നല്ല നിയത്തോടു കൂടി അല്ലെ, റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച്, അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിച്ചില്ല, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട് നമുക്ക് കർമ്മങ്ങളെ ചെയ്യാൻ, കർമ്മങ്ങളെ നന്നാക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മള് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് എന്ത് കാര്യം എന്ന് വെച്ചാൽ എന്ത് കാര്യം ആയിക്കോട്ടെ അല്ലെ, എന്ത് കാര്യമായാലും ഇപ്പൊ അള്ളാഹു തആല നമ്മളോട് ഇബാദത്തായിട്ട് നിർദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഖുർആൻ പാരായണം അല്ലെ, ദാനധർമ്മങ്ങള്, സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞ ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ നമുക്കറിയാം. അതൊക്കെ നമ്മളെ ഇബാദത്തായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ ദിവസേനയുള്ള നമ്മളെ ദൈനംദിന ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, നമ്മള് വസ്ത്രം ധരിക്കുന്നത് മുതൽ, ചെരുപ്പ് ധരിക്കുന്നത് മുതൽ, ബാത്റൂമിൽ പോകുന്നത്, വരുന്നത്, അങ്ങനെ അങ്ങനെ വസ്ത്രം അലക്കുന്നത്, വീട് വൃത്തിയാക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, ഇതെല്ലാം നമ്മളെ ദിനചര്യകളാണ് അല്ലെ. ഒരു ദിവസം നമ്മളെ ജീവിതത്തിലെ ദിനചര്യകളാണ് ഇതൊക്കെ. സത്യത്തില് ഇതെല്ലാം ഒരു വിശ്വാസിയായ ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം എന്താക്കാം, ഇബാദത്തുകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും, നമ്മളെ നിയത്ത് നന്നാക്കുകയാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ഇത് വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കാ ഉള്ളതിലെ? സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ അടിമകളായി ഈ ദുനിയാവിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അല്ലെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും. ശരിക്കും നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോ പോലും അവിടെ ഒരു സുന്നത്തിനെ നമ്മൾ കൊണ്ടുവരുമ്പോ അതൊരു പ്രതിഫലാർഹമായ കർമ്മമായി അല്ലേ. സുബ്ഹാനല്ലാഹ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യല്ലേ. ഒരു മിനിറ്റ്, ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യട്ടെ. സോറി, ഒരു കോള് വന്നിട്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാ അല്ലെ, നമ്മള് ഒരു വിശ്വാസിക്ക് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ് ഒരു ചെരുപ്പ് ധരിക്കുന്ന കാര്യം, അതുപോലെ വസ്ത്രം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
വസ്ത്രം ധരിക്കുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ. അള്ളാഹു തആല നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. നമ്മള് അലങ്കാരങ്ങള് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. നമ്മള് ഔറത്തിനെ പൂർണ്ണമായും മറക്കുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മളെ വസ്ത്രധാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഒരു പർദ്ദ നമ്മൾ ഇടുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ നമ്മൾ മനസ്സിലാക്കണല്ലോ ഇത് എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്. അതായത് വസ്ത്രം ശരീരം ആകെ മറയുന്ന, ആകെ മൂടുന്ന, ശരീരത്തിന്റെ വടിവുകൾ കാണിക്കാത്ത, ശരീരത്തിന്റെ അല്ലെ വടിവുകള് പുറത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടാത്ത രീതിയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വസ്ത്രം, ആർക്കും ആകർഷണീയത തോന്നാത്ത രീതിയിലുള്ള ഒരു വസ്ത്രം ഒരു സ്ത്രീ ധരിക്കുമ്പോൾ അവള് റബ്ബിന്റെ വലിയൊരു കൽപ്പനയാണല്ലേ, വലിയൊരു ഇബാദത്താണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞാല് നമ്മള് പിന്നെ മോശമായൊരു വസ്ത്രം ധരിച്ചിട്ട് ആ വസ്ത്രത്തിന്റെ ന്യൂനതകൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ഒരു മറയായിട്ടാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിലെന്തില്ല, പ്രതിഫലം ഇല്ല അല്ലെ. പിന്നെ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ നമ്മളുടെ ഒരേ വേഷമായിരിക്കണം. കല്യാണത്തിന് പോകുമ്പോൾ സാരി അല്ലെങ്കിൽ നല്ല ചുരിദാറിലെ ആൾക്കാരെ കാണുമ്പോൾ ആകർഷണീയതയുള്ള നല്ല അലങ്കാരങ്ങൾ ധരിച്ച്, സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച്, ഭംഗിയിലെ ആണും പെണ്ണും ഒക്കെ ഇടകലരുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അലങ്കരിച്ച് പോകുമ്പോൾ അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താ, ഒരു ഹറാമാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ സൂക്ഷ്മത പാലിക്കണം. നേരെ മറിച്ച് നമ്മള് കല്യാണത്തിനാണെങ്കിലും ഒരു ക്ലാസ്സിനാണെങ്കിലും അല്ലെ, ഖുർആൻ ക്ലാസ്സിനാണെങ്കിലും ഒരു പള്ളിയിലാണെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നെങ്കിലും നമുക്ക് ഒരേ വേഷമായിരിക്കണം നമ്മളെ വസ്ത്രം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുമ്പോൾ അവൾ എങ്ങനെ ഇറങ്ങണം എന്ന് നമുക്ക് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, ഒരു കൃത്യത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പറയാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മള് ഞാൻ പറഞ്ഞ ചെരുപ്പ് ധരിക്കുമ്പോൾ അത് വലത് കാലം ആദ്യം ധരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അവിടെ പ്രതിഫലയിലെ. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം വലത് കൈ, അങ്ങനെ അങ്ങനെ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ച് വലത്തേതിനെ മുന്തിക്കാന്നുള്ള ആ ഒരു സുന്നത്ത് എല്ലായിടത്തും നമുക്ക് കൊണ്ടുവരാം അല്ലെ. എല്ലാ നല്ല കാര്യങ്ങളിലും നമുക്ക് ആ ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും റബ്ബിന്റെ തൃപ്തിയിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം അല്ലെ. നമ്മൾ കുഞ്ഞു മക്കൾക്ക് വസ്ത്രം ഇട്ട് കൊടുക്കുമ്പോൾ പോലും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ ആദ്യം ഏത് കൈയാ നമുക്ക് നേരെ നീട്ടുന്നത്, അത് നമ്മൾ അവരെ ശീലം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ ശീലിപ്പിച്ച് അതുപോലെ ഇരിക്കും. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ ചെരുപ്പിട്ട് കൊടുക്കുമ്പോൾ, ഷൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം വലത്തേത് കാലത്ത് തന്നെ ഇട്ട് കൊടുക്കണം. ഒരിക്കലും നമ്മൾ ഇടത് കാലം ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരു സുന്നത്തല്ലേ. ആ കുട്ടി ചിലപ്പോൾ ഇടത് കാലം ആദ്യം കാണിക്കും. അപ്പൊ നമ്മൾ പറയാൻ പറ്റൂല, ആദ്യം വലത്തെ കാലിടണം അല്ലെ, അതാണ് സുന്നത്ത്. അപ്പൊ ചോദിക്കും എന്താ സുന്നത്ത് അല്ലെ, ആ കുട്ടികൾക്ക് അറിയൂല എന്താ സുന്നത്ത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കണം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചെന്ന്, ഇങ്ങനെ ചെയ്താലും നമുക്ക് പറയും. അപ്പൊ ചോദിക്കും അതാരാ റസൂല് ഇല്ലേ, ആരാ റസൂല്. റസൂല് എന്ന് പറഞ്ഞാൽ എന്താ, ഈ അറിയാത്ത ചെറിയ കുട്ടികളോട് നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ അള്ളാന്ന് ചിലപ്പോ അവർക്ക് അറിയുണ്ടാവും അല്ലെ. പക്ഷെ റസൂൽ ആരാ, മുഹമ്മദ് നബി എന്ന് പറയുമ്പോ അത് ആരാന്ന്, എന്താ, അങ്ങനെ ഒന്നും അവർക്ക് ചിലപ്പോ അറിയാത്ത കുട്ടികളാവും. ഉമ്മമാര് ഇതൊക്കെ അറിഞ്ഞ് നല്ല ഇതിൽ കുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓരോന്നിലും നമുക്ക് ഇഷ്ടം വരുത്തിക്കണം അവർക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രതിഫലം ഉണ്ട്. കുടിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ ഇരുന്ന് കുടിക്കും മക്കളെ, ഇരുന്ന് കുടിക്കി ആ വെള്ളം, ഇരുന്ന് കുടിക്കി എന്ന് പറയാനൊരു ഇത് നമ്മളും ചെയ്യണം. അത് നമ്മളെ കാര്യത്തിലും നമ്മൾ ആ ഒരു സുന്നത്ത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് പറയാൻ കഴിയൂല്ലേ. ഇനി നമ്മൾ ഇരുന്ന് കുടിക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ട് നമ്മൾ നിന്ന് കുടിക്കുമ്പോൾ അവർ ചോദിക്കും അതെന്താ നിങ്ങൾക്ക് നിയമങ്ങൾ ബാധകയില്ലേ എന്ന് ചോദിക്കൂല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് പഠിക്കുന്നത് ഖുർആനാണ് അല്ലെ, അള്ളാന്റെ കലാമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ കയ്യിൽ ഗോൾഡ് വല ധരിക്കുമ്പോ അത് പുറത്ത് കാണുമ്പോ അത് തെറ്റാണോന്ന്, അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നമ്മൾ എന്തായാലും പിന്നെ അലങ്കാരങ്ങൾ പുറമെ പ്രദർശിപ്പിക്കാത്ത രീതിയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഹൈർ. പുറത്തിറങ്ങുമ്പോ വീട്ടില് ധരിക്കുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സംശയങ്ങൾ നമുക്ക് പിന്നീട് ക്ലിയർ ആക്കാം. ജമീല, നിങ്ങളെ അൺമ്യൂട്ട് ആവുന്നുണ്ടേ, ഒന്ന് ശ്രദ്ധിക്കേ. ഓക്കെ.
അപ്പോ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് അൽഹംദുലില്ലാ നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്, നമ്മള് വിശ്വാസികളാണ്, നമ്മള് മുസ്ലിമീങ്ങളാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഓരോ ദിവസത്തെയും ഓരോ സെക്കൻഡുകളും നമുക്ക് പ്രതിഫലാർഹമായ കർമ്മങ്ങളാക്കി നമുക്ക് മാറ്റാം. നല്ല നിയത്തോടു കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നല്ല ചിന്തയോടുകൂടി നമ്മളത് പ്രവർത്തിക്കുമ്പോൾ എന്ത് കാര്യത്തിലും നമുക്ക് റബ്ബിന്റെ തൃപ്തി നമുക്ക് അതിലൂടെ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു തആല അത്തരത്തില് നമ്മളെ കർമ്മങ്ങളെ ഏറ്റവും ഭംഗിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമ്മള് ഇപ്പം ഖുർആൻ നമ്മൾ പഠിക്കുന്നു അല്ലെ, അൽഹംദുലില്ലാ. അതിനു വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന സമയം അത് നമുക്ക് പ്രതിഫലാർഹമായ കാര്യമാണ് അല്ലെ. നമ്മള് ഇപ്പൊ 7 മണിക്ക് ക്ലാസ് ഉണ്ട്, അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മള് പല കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കൂ അല്ലെ. ഇപ്പൊ പിന്നെ ആണുങ്ങള് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ റെഡിയാക്കി മേശപ്പുറത്ത് വെക്കുമ്പോ അവിടെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതൊക്കെ ഇബാദത്താണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി അള്ളാന്റെ കലാമ് പഠിക്കാൻ, അള്ളാന്റെ കലാമ് നമുക്ക് കേൾക്കാൻ, അതിന് മുന്നോടിയായി നമ്മൾ ചെയ്യുന്ന സെറ്റ് ചെയ്ത് വെക്കുന്ന നമ്മളുടെ ഓരോ ഒരുക്കങ്ങളും സുബ്ഹാനല്ലാഹ് നമുക്ക് എന്താണ് പ്രതിഫലം കിട്ടുന്ന ഒരു സ്വാലിഹായ അമലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പൊ അങ്ങനെ 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 നമ്മള് ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയങ്ങളെ അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അതിന് മുന്നോടിയായിട്ട് അതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങളും റബ്ബിന്റെ തൃപ്തി അല്ലെ, അള്ളാഹിനോടുള്ള ഇഷ്ടം, അള്ളാഹിന്റെ ഭാഗത്ത് നമുക്ക് അതില് പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് സൂറത്തുൽ മുൽക്കിലേക്ക് കിടക്കാം. നമ്മള് 20 ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് 21 ആയത്തിലേക്ക് പോകാം അല്ലെ ഇൻഷാ അല്ലാഹ്. 20 ആയത്തല്ലേ എടുത്തത്, ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ജസ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റുമോ എത്ര ആയത്തായി എന്നുള്ളത്? കറക്റ്റ് ഓർമ്മയുള്ള ആരെങ്കിലും? അത് മല്ലിമ ആ അമീൻ അതിന്റെ 2, 3, 4 ആയിന് അതിന്റെ കഴിഞ്ഞിട്ട്. അതിനുശേഷം 19 എടുത്തിന് ഞാൻ. 19, 20, 21 അല്ലെ. ഓക്കെ, ജസാക്കില്ലാ ഖൈർ. അതന്നെ ഞാൻ 21 ഞാൻ എടുത്തിട്ടില്ല, 20 വരെ എടുത്തെന്നാണ് എടുത്തിട്ടുണ്ട് എന്തായാലും. ഇൻഷാ അല്ലാഹ് ബാക്കി കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാഹ്. 21 വരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ജസാക്കല്ലാ ഖൈർ. ഞാൻ അതുകൂടി പറയാം എന്തായാലും. ആകാശത്തിലേക്ക് എന്ത് പക്ഷികളെ പറ്റിട്ട് പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور. أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. ഇപ്പൊ നമ്മള് ഒരുപാട് ചോദ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചു, നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തപ്പെടുന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ആകാശത്ത് നിന്നും ചരൽ വർഷം നിങ്ങളിലേക്ക് വരുന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അല്ലെ? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളൊക്കെ ഈ വിഷയം കളവാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു തആല നൽകിയ ശിക്ഷ, അവരുടെ പര്യവസാനം എപ്രകാരമാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ, കണ്ടിട്ടില്ലേ? എന്നിട്ട് അള്ളാഹു തആല നമുക്ക് പറയല്ലേ, പക്ഷികൾ, പറവകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, കാണുന്നില്ലേ? അവ ഇങ്ങനെ ചിറക് വിരിച്ചുകൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും
പറന്നുയരുന്ന പക്ഷികൾ, പറവകളെ കുറിച്ച് അല്ലെ, അവയെ താങ്ങി നിർത്തുന്നത് ആരാണ്? പരമകാരുണികനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെ ആരാണ് ഇതിനൊക്കെ താങ്ങി നിർത്തുന്നത്? അല്ലെ, അള്ളാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ചും കണ്ടറിയുന്നവനാണെന്ന് പറഞ്ഞു. ഇനി അള്ളാഹു എങ്ങാനും ആകാശത്ത് നിന്ന് ഒരു സൈന്യത്തെ പിന്നെ നിയോഗിക്കുകയാണെങ്കിൽ ആരാണ് അവരെ സഹായിക്കാൻ? പരമകാരുണികനായ അള്ളാഹുവിന് പുറമെ വേറെ ആരാണ് അവരെ സഹായിക്കാനുള്ളത്? ഇല്ലേ, അവര് വഞ്ചനയിലല്ലാതെ ഇല്ല, അവര് വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അല്ലെ. എന്നിട്ട് പിന്നെ ഈ 21-ാമത്തെ ആയത്തും ജസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അള്ളാഹു തആല ചോദിക്കുന്നത്? അമ്മൻ അല്ലെ, അതല്ല, ആരാണ് അല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖഹ് അല്ലെ, നിങ്ങളുടെ റിസ്ഖ് ആരെങ്കിലും അത് പിടിച്ചു നിർത്തിയാൽ ആരാണ് നിങ്ങൾക്കത് കൊണ്ടുതരാനുള്ളത്? അല്ലെ, ബല്ലജൂഫിയ ഉതുബിൻ വനുഫൂർ, എന്നാൽ അവര് ധിക്കാരത്തിലും വെറുപ്പിലും മുഴുകി കഴിയുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ. സത്യത്തിൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഒരുപാട് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ്? അള്ളാഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഉപജീവന മാർഗം എങ്ങാനും തടഞ്ഞാല് അതിനെ കൊണ്ടുതരാൻ നമുക്ക് ആരാ ഉള്ളത്? അള്ളാഹു അല്ലാതെ അല്ലെ. സുബ്ഹാനല്ലാഹ്, വേറെ ആർക്കെങ്കിലും തരാൻ കഴിയോ? വേറെ ആർക്കെങ്കിലും നമ്മളെ സഹായിക്കാൻ കഴിയോ? ആർക്കും കഴിയൂല അല്ലെ, ആർക്കും കഴിയൂല. അള്ളാഹു നമ്മള് പരിശുദ്ധ ഖുർആനില് മുത്തഖീങ്ങളുടെ ക്വാളിറ്റീസ് ഇങ്ങനെ പറയുമ്പോ ഈ ഒരു റിസ്ഖിന്റെ വിഷയം വരുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, എപ്പോഴും നമ്മൾ ചിന്തിക്കണം അല്ലെ. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അപ്പം നമുക്ക് അള്ളാഹു തആല തന്നത് അല്ലെ, സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹു തആല ഇവിടെ പറയുന്നത്. ആ തന്നതിനെ പിടിച്ചു വെച്ചാല് ആരാണത് പിന്നെ കൊണ്ടുതരാനുള്ളത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ എന്നിട്ട് അടുത്ത ആയത്തിലൂടെ അള്ളാഹു തആല മറ്റൊരു ചോദ്യം, അതായത് ഇത്രയും കാര്യങ്ങൾ അള്ളാഹു തആല പറഞ്ഞിട്ട് പിന്നത്തെ ചോദ്യം എന്താണെന്നറിയോ? അള്ളാഹു തആല പറയുന്നത് അഫമൻ അഫമൻ അപ്പൊ ആരാണ്, എന്താ ചെയ്യുന്നത്? യംഷി, നടക്കുന്നവനോ, മുക്കിബൻ എന്ന് പറഞ്ഞാല് കമിഴ്ന്ന് വീണുകൊണ്ട്, എങ്ങനെ? അലാ വജ്ഹിഹി, തന്റെ മുഖം, അതായത് മുഖം കുത്തി നിലത്ത് കമിഴ്ന്ന് വീണ് പിന്നെ നടക്കുന്നവനേക്കാൾ അഹ്ദാ, ഏറ്റവും കൂടുതൽ സന്മാർഗം പ്രാപിച്ചവൻ അവനാണോ? അതോ അമ്മൻ യംഷി, അതല്ലെങ്കിൽ നടക്കുന്നവനാണോ? എങ്ങനെ? സവിയ്യൻ, നേരായിക്കൊണ്ട്, അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലൂടെ, നേർക്ക് നേരെയുള്ള ചൊവ്വായ പാതയിലൂടെ നടക്കുന്നവനാണോ? അതല്ല മുഖം നിലത്ത് കുത്തി നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ? അഹ്ദാ, അതാണ് ചോദിക്കുന്നത്. ഏറ്റവും സന്മാർഗം പ്രാപിക്കുന്നവൻ ആരാണ്? അള്ളാഹു തആല ശരിക്കും നമ്മളോട് വലിയൊരു ചോദ്യത്തെയാണ് അള്ളാഹു തആല ഇട്ട് തരുന്നത് അല്ലെ. പിന്നെ ഇവിടെ ഈ ഒരു മുഖം കുത്തി നിലയില് പിന്നെ നടക്കാന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം പറയുന്നത്? ശരി അല്ലെ, അതായത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നിട്ട് അതിന് നേരെ അല്ലെ മുഖം തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ, അത് കണ്ടറിയാതെ, അതിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാതെ, അള്ളാഹുവിനെ ശുക്ർ ചെയ്യാതെ ഇങ്ങനെ പിന്നെ അലക്ഷ്യമായി നടക്കുന്ന ആളുകൾ. ഒരു മിനിറ്റ്. അപ്പൊ പിന്നെ ആരാണ് നമുക്ക് പിന്നെ അല്ലെ ശരിക്കും ഈ ഒരു രൂപത്തില്, അതായത് പിന്നെ സത്യത്തില് അള്ളാഹു അല്ലാത്ത ഒന്നിനെയും അല്ല എടുത്തോ, പിന്നെ അള്ളാഹു അല്ലാത്ത എന്തിനെ നമ്മൾ ആരാധിച്ചിട്ടും ഒരു കാര്യമില്ല അല്ലെ.
അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും നമ്മൾ തിരിഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. കാരണം അവരിൽ നിന്നൊന്നും നമുക്ക് ഒരു സഹായം നമുക്ക് പ്രതീക്ഷിക്കാനില്ല. നിങ്ങളെ സഹായിക്കാൻ ആരാ ഉള്ളത് അല്ലെ? ഇനി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതിനാർക്കെങ്കിലും കഴിയോ? അതിന് സഹായിക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല അല്ലെ? പക്ഷെ എല്ലാരും എന്താണ് ഈ വഞ്ചനയിൽ അകപ്പെട്ടിട്ടാ ഉള്ളത്. ഇപ്പൊ നമുക്ക് അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്ന ഈ റിസ്ഖിനെ അതിനെ സ്റ്റോപ്പ് ചെയ്താല് അത് കൊണ്ടുതരാൻ പിന്നെ ആർക്കും കഴിയോ? അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മള് ഇല്ലേ ഈ ആഹാരത്തിന്റെ വക വേറെ ആരാ ഉള്ളത്? ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളല്ലേ? എന്നിട്ടും ഇത്രയും വ്യക്തമായി അറിഞ്ഞ കാര്യങ്ങള് ഇല്ലേ, അത് അല്ലാഹു തആല നമ്മളോട് ചോദ്യ രൂപത്തിൽ എന്തിനാ ഇവിടെ പറഞ്ഞെന്നറിയോ? ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സുപ്രഭാതം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടാ സത്യത്തില്? നമ്മൾ ഒരു ദിവസം കുറഞ്ഞത് 3 നേരം എന്തായാലും ഭക്ഷിക്കുമല്ലോ അല്ലെ? 3 നേരം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞതാ. നമ്മളെ കണ്ണൂർ സിസ്റ്റം പ്രകാരം രാവിലെ ഒരു ചായ കടി, പിന്നെ കുറച്ച് കഴിഞ്ഞ് നാസ്ത, പിന്നെ ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചായ കടി, പിന്നെ രാത്രി പിന്നെയും നാസ്ത. ഇങ്ങനെ 5 നേരം ഉണ്ട്. അതിന്റെ ഇടയിൽ ചിലപ്പോൾ ജ്യൂസ് ഇല്ലേ, പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ്. സുബ്ഹാനല്ലാഹ്, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ശരിക്കും ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമുക്കിതാരാ കൊണ്ടുതരുന്നത്? അത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്, എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുതരുന്ന പൈസ കൊണ്ട് വാങ്ങിച്ച ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി വെച്ച് വിളമ്പി ഞാനും മക്കളും കഴിക്കുന്നു അല്ലെ? സുബ്ഹാനല്ലാഹ്. അവിടെ എവിടെ നമ്മൾ ശുക്ർ വരുന്നത്? നമ്മൾ എപ്പോഴാ അതിനൊക്കെ ശുക്ർ ചെയ്യാറുള്ളത്? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കിട്ടിയിട്ട് അത് കുടിച്ചു കഴിഞ്ഞാല് ആ റബ്ബിനെ ഓർത്തുകൊണ്ട് ഈ വെള്ളം എനിക്ക് തന്ന റബ്ബിന് അൽഹംദുലില്ലാ എന്നൊരു സ്തുതി മനസ്സറിഞ്ഞ് നമ്മൾ പറയാറുണ്ടാ? അത് കുടിക്കുമ്പോ നമുക്ക് വെള്ളം വായിലേക്ക് ഒഴിച്ച് ഇറക്കിറക്കായിട്ട് ഇങ്ങനെ ഇറക്കി കുടിക്കാൻ കഴിയുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ ശുക്ർ പറയാറുണ്ടാ? വലിയ കോടീശ്വരന്മാരായ ചില ആളുകൾക്ക് ചില രോഗം ബാധിച്ചിട്ട്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ, ഒരിറക്ക് വെള്ളം കുടിക്കാൻ പറ്റാതെ മൂക്കില് ചൂവിട്ട് കിടക്കുന്ന അവസ്ഥകൾ ഉണ്ടല്ലേ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോഴാണ് വെള്ളം ഇങ്ങനെ വായിൽ ഒഴിച്ചിട്ട് ഇറക്കുമ്പോ കിട്ടുന്ന അൽഹംദുലില്ലാ. ചില ഈ പിന്നെ കിഡ്നി പേഷ്യൻസ്, ചില രോഗികൾക്ക് വെള്ളം കുടിക്കാൻ പറ്റൂല. അപ്പൊ അവർക്ക് ഇത്ര മണിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഔൺസ് ഇങ്ങനെ ഇത്ര മില്ലി എന്നൊക്കെ അളന്നിട്ടൊക്കെ വെള്ളം കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, അവർക്ക് ഭയങ്കര ആർത്തിയായിരിക്കും. കുറച്ച് വെള്ളം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ചില പേഷ്യൻസിന് ഇങ്ങനെ ഗ്ലൂക്കോസ് ഇങ്ങനെ കയറ്റുന്നുണ്ടാവും. അവരെ തൊണ്ട നനക്കാൻ പാടില്ല, തൊണ്ട നനച്ചു കൊടുക്കാൻ പറ്റൂല. ഇങ്ങനെ വെള്ളത്തിന് ഇങ്ങനെ ആർത്തി കുടിക്കുന്നുണ്ടാവും. ആ നാവിലൂടെ തൊണ്ടയിലൂടെ ഒന്ന് വെള്ളം ഇറങ്ങാന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര അള്ളാനെ സ്തുതിക്കണം ഒരു വെള്ളം കുടിക്കുന്നതിന്. ഒരു വെള്ളം നമ്മൾ കുടിക്കുന്നതിന് എത്ര റബ്ബിനെ സ്തുതിക്കണം. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. പക്ഷെ നമ്മളങ്ങനെ വെള്ളം കളകളാ കുടിക്കുന്നേന്നില്ലേ? നമ്മൾ ദാഹിക്കുമ്പോഴൊക്കെ നമുക്ക് പിന്നെ ഫിൽറ്ററിലുണ്ട്, അല്ലെങ്കിൽ ബക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ ചെമ്പിലുണ്ട്, അല്ലെങ്കിൽ കിണറ്റിലുണ്ട്. പൈപ്പ് ടാപ്പ് തിരിക്കുമ്പോ ഇങ്ങനെ വെള്ളം വരും. നമ്മളിങ്ങനെ വായിലേക്ക് ഒഴിച്ച് ഗുളു 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 അല്ലേ അങ്ങ് ഇറക്കി നമ്മൾ അവിടെ വെച്ച് അങ്ങ് പോയി. വലത് കൈ കൊണ്ട് കുടിച്ചോ ചിന്തിക്കുന്നുണ്ടാവൂല. ഇരുന്നോ അതും ഇല്ല. എന്നാ ഇറക്കിറക്കായിട്ട് കുടിച്ചോ അതും ഇല്ല. ബിസ്മി ചൊല്ലിയോ അതും ഇല്ല. എന്നാ കുടിച്ചു കഴിഞ്ഞ ഒരു അൽഹംദുലില്ലാ അതും ഇല്ല. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കില്ലേ? നമ്മൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നുണ്ട്? ഓരോ വെള്ളം കുടിക്കുന്ന സമയത്തും ഈ പറഞ്ഞ റബ്ബിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇത് റിസുക്കല്ലേ? അള്ളാഹു നമുക്ക് തന്നെ വലിയ അനുഗ്രഹമല്ലേ? ഇതിന് നേർക്ക് നമ്മൾ ഈ അഫമൻ യംശി മുക്കിബ്ബനാണോ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് മുഖം നിലത്ത് കുത്തി നടക്കുന്ന ആളെ അവസ്ഥ എന്താന്ന് വെച്ചാല് ഒന്നും കാണൂല. മുഖം നിലത്ത് കുത്തി നടക്കുമ്പോ ഒന്നും കാണൂല. അങ്ങനെയുള്ളവനാണോ ഏറ്റവും സന്മാർഗം പ്രാപിച്ചവൻ? അതല്ല നേരെ ചൊവ്വെ നടക്കുന്ന ആളാണോ? നമ്മൾ എങ്ങനെയാ നടക്കുന്നത്? നമ്മൾ നടക്കുന്നത് നേരെ ചൊവ്വയാ, പക്ഷെ നമ്മൾ എന്താകുന്നില്ല, നമ്മൾ കാണുന്നില്ല അല്ലെ? കണ്ടറിയുന്നില്ല. പക്ഷെ അള്ളാഹു താര ഉപമിക്കുന്നത് അങ്ങനെയാണ്. ഈ രൂപത്തിലാണ്. മുഖം കുത്തി നടക്കുന്നവനെ പോലെ കമിഴ്ന്നിട്ട് മുഖം നിലത്താക്കിയിട്ട് നടക്കുന്ന ഒരാൾക്ക് പുറമേ നടക്കുന്ന ഒരു കാര്യം കാണാൻ കഴിയൂല അല്ലെ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. ഒന്നും അറിയൂല. നമ്മൾ എപ്പോഴും ചിന്തിക്കണം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എത്ര പറയണം.
ഇല്ലേ? ഭക്ഷണത്തിന്റെ കാര്യത്തില് നമ്മളെ മുമ്പിൽ എത്രയോ നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം നമ്മളെ മുമ്പിൽ ഉണ്ട് ഇല്ലേ? കുട്ടികൾ പറയുന്നു എപ്പോഴും ദോശ, ഇന്ന് ദോശ വേണ്ട, അപ്പൊ നമ്മളെ പുട്ടുണ്ടാക്കി കൊടുക്കൂലേ? സുബ്ഹാനല്ലാ. ഇന്ന് പുട്ട്, നാളെ പുട്ട് വേണ്ട, നമ്മൾക്ക് നാളെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കൂലേ? ഇങ്ങനെ കുട്ടികൾ പറയും പൂരി വേണം, പിന്നെ ബർഗർ വേണം, പിസ്സ വേണം, ഇങ്ങനെ പറയുന്ന ഓരോന്നും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ അല്ലെ? അതിന് നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ പറയുന്നുണ്ടാ? അൽഹംദുലില്ലാ. നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും അല്ലെ, അതിന്റെ സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയാ, ഏത് രൂപത്തിലാ? ഇല്ലാത്ത ആൾക്കറിയാം അതിന്റെ വില. ഒരു 2 ദിവസം മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. നമ്മളെ ഗ്രൂപ്പിലെ തന്നെ ഒരു സഹോദരി, അവര് ഏഹ്, ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്, മാഷാ അല്ലാ. അവർ കുറച്ച് ആൾക്കാർ അവർ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് സന്തോഷിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച് ഒരു അർഹതപ്പെട്ട ഒരു ഫാമിലിനെ പറഞ്ഞുതരും. ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവർ ഒരു മാസം ഒരു ഫാമിലി, 2 ഫാമിലി അങ്ങനെ തോന്നുന്നു ഏറ്റെടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ സന്തോഷിപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. നല്ലൊരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഓരോരുത്തർ ചിന്തിച്ചാൽ എത്ര എത്ര കുടുംബങ്ങളെ സന്തോഷിപ്പിക്കുക അല്ലെ? ഒരാളെ സന്തോഷിപ്പിക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യാ അല്ലേ? ശരിക്കും അവര് പറഞ്ഞിട്ട് ഞാനൊരു ഫാമിലിനെ പറഞ്ഞു കൊടുത്ത്, അവര് ഭയങ്കര എന്താ പറയാ, ഇവര് കൊടുക്കുന്ന ആ ഫാമിലിനെ ജസ്റ്റ് അവർക്ക് അറിയണമെന്നേ ഉള്ളൂ, അതായത് അർഹതപ്പെട്ടതാണോന്നേ വേണ്ടു. ഇപ്പൊ അവര് ഒരു സർപ്രൈസ് ആയിട്ട് ആ വീട്ടില് പുറത്ത് സാധനങ്ങൾ വെച്ച് അവര് പോകും. അവര് കൊണ്ടുപോയത് ആരാന്ന്, കൊടുത്തത് ആർക്കാന്ന് ഒന്നും അവരറിയാത്ത രീതിയിൽ അവരെന്തെല്ലാം സാധനങ്ങളാണ്. എന്നിട്ട് പിന്നെ ഞാനിതിന്റെ ഇടയിൽ നിന്നതോട് ഞാനിത് അറിഞ്ഞതാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത് ഇപ്പൊ ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിയിക്കാതെ ഞാൻ പറയല്ലേ. സത്യത്തില് ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതാ. അപ്പം അവര് എന്നോട് ചോദിച്ചു എന്തൊക്കെയായിരിക്കും അവർക്ക് ആവശ്യം ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആളുകളാന്നുള്ളത്, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ചത്. അപ്പൊ ഞാനും കുറച്ച് കാര്യങ്ങൾ ഞാനും നിർദ്ദേശിച്ചു കൊടുത്ത്. അപ്പൊ അവരങ്ങനെ സുബ്ഹാനല്ലാ, എന്തെല്ലാം ഒരു വീട്ടിലേക്ക് എന്തെല്ലാം കൊടുത്ത് അവർക്ക് പിന്നെ എന്താ പറയാ, സ്വന്തം ആവശ്യം, അവരുടെ ആവശ്യങ്ങൾ അല്ലെ ഇതാക്കാൻ പറ്റുമോ? ചെറിയ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് വിത്ത് ടോയ്സ് അവർക്ക് അവര് കൊടുക്കുന്നു. സുബ്ഹാനല്ലാ. വലിയ മുതിർന്ന കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ടനുസരിച്ച്, അങ്ങനെ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്കും, അങ്ങനെ ഓരോരുത്തരെയും പരിഗണിച്ചിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, ശരിക്കും ഒരു വീട്ടിലേക്ക് നമ്മൾ പൊതുവെ സഹായങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഭക്ഷണത്തിന് ആവശ്യമുള്ള കിറ്റ് ഇല്ലേ, അതില് എന്തെല്ലാം ഉണ്ടാവുക നമുക്കറിയാലേ? അരി, പഞ്ചസാര, മുളക്, മല്ലി, ഓയില്, വെള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും അല്ലെ? ഞാൻ വിചാരിച്ച ആദ്യം അങ്ങനെ ആയിരിക്കും, നോക്കുമ്പോ അങ്ങനെയല്ല. ശരിക്കും എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി പോയി അത് കണ്ടിട്ടില്ല. അത് വെച്ചാൽ ഇവര് കൊടുത്ത ഒന്നും എനിക്ക് അയച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ കിട്ടിയ ആള് എനിക്ക് അറിയുന്ന ആളായതുകൊണ്ട് അവര് പറഞ്ഞ് പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ട്ടാ. അവര് പറഞ്ഞിട്ട് അവര് സന്തോഷം അവരെന്നോട് പ്രകടിപ്പിക്കുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, ഞാൻ ഈ കൊടുത്ത ആളോട് പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് അതിൽ അവരങ്ങനെ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടും കൂടിയില്ല. പക്ഷെ അവരെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അവർക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളിൽ കാണുന്നു. ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിൽ അവര് കൊണ്ടുകൊടുത്തെന്ന് അവരിങ്ങനെ ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നല്ലൊരു പരിശ്രമം, നല്ലൊരു കൂട്ടായ്മ, മാഷാ അല്ലാ. അള്ളാഹു ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് ഇങ്ങനെയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും വരുന്നത് അല്ലെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് നല്ലൊരു സന്തോഷിപ്പിക്കൽ തന്നെയായിരുന്നു. അൽഹംദുലില്ലാ. അത് അവർക്ക് അതിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാഷാ അല്ലാ, മാഷാ അല്ലാ, ബാറക്കല്ലാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ശരിക്കും നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഇങ്ങനൊക്കെയാണ് ശുക്ർ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മളിപ്പോ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ കഴിയൂല. അപ്പം കുറച്ച് ഫ്രണ്ട്സിന്റെ ഇടയിൽ കുറച്ച് ഒരു കൂട്ടായ്മ അല്ലെ, ഞാൻ 100, നീ 100, അവൻ 100, എല്ലാരും കൂടി ഒരു 100 വെച്ചിട്ട് അപ്പൊ ഒരു തുകയാകും അല്ലെ? അങ്ങനെ നമുക്കൊരു കുടുംബത്തിന് കൊടുക്കാം. അങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ട് അങ്ങനെ ചെയ്യണം. നമ്മൾ അന്വേഷിച്ച് പാവങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം. മിസ്കിന്മാരായ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ചുറ്റിലും, നമ്മൾ അറിയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ ഇറങ്ങണം, ഇറങ്ങി ചെല്ലണം. അവിടെ വീടുകൾ സന്ദർശിക്കണം. എന്തെങ്കിലും ഒരു പാലോ ബിസ്ക്കറ്റോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമല്ലോ വാങ്ങിട്ട് പോകണം. ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ അള്ളാഹ്ക്കുള്ള ശുക്രാണ്. അല്ലാതെ നമ്മൾ മുഖം കുത്തിയവരായിട്ടല്ല ഈ ദുനിയാവിൽ ജീവിക്കണം. അതാണ് ഈ ഒരു ആയത്തിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യം അല്ലെ, എല്ലാം കണ്ടറിയണം. നമ്മൾ സത്യത്തെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുമ്പില് വ്യക്തമാക്കി തരുന്ന സത്യങ്ങളെ നമ്മൾ എന്താക്കണം, ഉൾക്കൊള്ളണം. റബ്ബിനുള്ള എല്ലാ കാര്യങ്ങളും റബ്ബിനുള്ള ഇബാദത്താക്കണം. നമ്മള് സിറാത്തുൽ മുസ്തഖീമിലാകണം അല്ലെ. അമ്മ യംഷി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം അല്ലെ. നേരായ ചൊവ്വായ മാർഗത്തിലൂടെ ശരിക്ക് നടന്നു പോകുന്നവരും വക്രമായ വഴിയിലൂടെ മുഖം കുത്തി മറിഞ്ഞ് അല്ലെ വീണ് പോകുന്ന ഒരാൾ ഒരിക്കലും സമമാകുകയില്ല അല്ലെ. ശരിക്കും ആരാണ് ലക്ഷ്യസ്ഥാനത്ത് എത്താ? നമ്മൾ നോർമലി ഈ രീതിയിൽ തന്നെ ചിന്തിക്കുക. അതായത് ഒരാള് നിലത്ത് കിടന്ന് മുഖം നിലത്ത് കുത്തിയ രീതിയിൽ നടക്കുന്നു. ആ നടത്തം തന്നെ ഒരു പ്രയാസമാണ് അല്ലെ. അങ്ങനെ നടക്കുന്ന ഒരാളും നേരെ ചൊവ്വ തല ഉയർത്തിപ്പിടിച്ച് എല്ലാം നോക്കി കണ്ട് നടക്കുന്ന ഒരാളും നടക്കുമ്പോൾ ആരാണ് കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്ന് എത്താന്? നേരെ ചൊവ്വ നടക്കുന്ന ആളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള നടത്തം എന്ന് പറയുന്നത്. നേരെ ചൊവ്വ ആകണം. നമ്മൾ ഒരിക്കലും വളഞ്ഞു തിരിഞ്ഞ് അല്ലെ അശ്രദ്ധമായി ഈ ദുനിയാവിൽ ജീവിച്ചാൽ നമുക്ക് എങ്ങോട്ട് പോകാൻ കഴിയൂല. അള്ളാഹു നിശ്ചയിച്ച ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് നേരെ ചൊവ്വ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് എല്ലാ വക്തിലും നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ മനസ്സ് തട്ടി ചെന്നെ ചോദിക്കാൻ എല്ലാരും പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് നമുക്ക് അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദുനിയാവിൽ നമ്മളെ വീടുകളിൽ തന്നെ നമ്മൾ ശരിക്കും ഈ മുഖം കുത്തിയ നിലയിലായി പോകാൻ പാടില്ല. അതായത് നമ്മൾ ചുറ്റിലുമുള്ളവരെ നമ്മൾ എന്താക്കണം, പരിഗണിക്കണം അല്ലെ. ഒരു പരിഗണന എന്ന് പറയുന്നതില്ലേ എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു സാധനം. പ്രായമുള്ളവരായിക്കോട്ടെ, ചെറിയ കുട്ടികളായിക്കോട്ടെ, ഇനി അതിന്റെ ഇടയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഓരോരുത്തരും അവരവരുടെ ആ പ്രായത്തിനനുസരിച്ച് പരിഗണന എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നില്ലേ നമ്മളുടെ ചുറ്റിലുമുള്ളവരിൽ നിന്നും ഒരു പരിഗണന അല്ലെ? സ്ത്രീകൾ പൊതുവേ പറയാറുണ്ട് എന്ത്, എല്ലാം ചെയ്തു കൊടുത്താൽ ഈ കുറ്റപ്പെടുത്തലുകൾ, നീ എനിക്കെന്താ പണി അല്ലെ, രാവിലെ മുതൽ ഈ രാത്രി വരെ, രാവിലെ തന്നെ ചോറും കറിയായി, പിന്നെന്താ എനിക്ക് പണി, ഫോണിൽ കുത്തിയിരിക്കല, ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പെണ്ണിനും ഭയങ്കരമായ മനസ്സ് വേദനിക്കും അല്ലെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നീണ്ട ലിസ്റ്റ് ആരടുത്തും കൊടുക്കുന്നില്ല. ആരും കാണാൻ പലർക്കും അറിയൂല അല്ലെ. രാവിലെ പോകുന്ന രാത്രി തിരിച്ചു വരുന്ന പുരുഷന്മാർക്ക് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും അവർക്ക് അറിയണ്ടാവില്ല. അറിയാതെ ആയിരിക്കും ചിലപ്പോ ഇങ്ങനെ കാര്യങ്ങൾ പറയാ. അപ്പൊ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമുക്ക് അങ്ങനെ വിഷമമോ അതേപോലെ തന്നെയല്ലേ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാക്കാന്റെ ഫോണിൽ കയറിക്കാൻ. അപ്പൊ പിന്നെ നമ്മൾ ഓരോരുത്തരും എന്താണ്, ശരിയായ റൂട്ടിലാകണം നമ്മുടെ സഞ്ചാരം, ശരിയായ രീതിയിലാകണം നമ്മളുടെ ജീവിതം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്താണ് കറക്റ്റ് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. ഞാൻ ഒരാഴ്ച മുമ്പ് ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയ ഒരു വീഡിയോ ആണ്. അതില് ഇഖ്ലാസ് ഉള്ള പിന്നെ അതായത് കൽബിന്റെ അവസ്ഥകൾ പറയുന്നുണ്ട്. ഒരു പക്വതയുടെ ഗുണമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞത് എന്താണെന്നറിയോ? അഭിനന്ദനങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നുവോ അതുപോലെ ആക്ഷേപങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ആ പോയിന്റ് തന്നെ ഭയങ്കര മാഷാ അല്ലാഹ് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചു പോയി. അല്ലാഹു തആല അല്ലേ അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ. ശരിക്കും അത് പക്വതയുടെ ഗുണമെന്ന് പറഞ്ഞത്. നമ്മൾ അഭിനന്ദനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, നമ്മൾ സ്വീകരിക്കും, വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും അല്ലെ. എന്നാൽ നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ ഈ അഭിനന്ദനം സ്വീകരിച്ച അതേ മൈൻഡ് സെറ്റോടെ എങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തലുകൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? അതിന് വേറെ ജനിക്കേണ്ടി വരൂലേ നമ്മള്. നമ്മളെ സന്തോഷിപ്പിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷിക്കും, നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴോ നമുക്ക് വിഷമായിരിക്കൂലേ. കുറ്റപ്പെടുത്തുമ്പോഴോ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിക്കും ഇഖ്ലാസ് എന്ന് പറയുന്നത്. അത് നാല് സ്റ്റേജുകൾ പറയുന്നുണ്ട്, 4 ഘട്ടങ്ങൾ. നിങ്ങളൊക്കെ ചിലപ്പോ ആ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. ആരോ ഒരു വീഡിയോ ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ
ഇത് പറയുന്നത് മുഖസ്തുതികൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളും അത് പറയുന്നവരെയും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മൈൻഡ്. അതേസമയം വിമർശനങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, അത് പറയുന്ന ആൾക്കാരോട് ദേഷ്യം തോന്നുന്ന ആളുകൾ. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് വെച്ചാല് തീരെ പക്വതയില്ലാത്ത ആൾക്കാരുടെ ലക്ഷണമായിട്ടാണ്. അതായത് ഇഖ്ലാസ് ഇല്ലാത്ത ആൾക്കാരുടെ ഒരു ഗുണമായിട്ടാണ് അതിനെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മനുഷ്യരാണല്ലോ അല്ലെ, മനുഷ്യ സഹജമായിട്ട് എൻ്റെ അടുത്ത് ഞാൻ വിചാരിക്കും എന്നോട് ആരും എന്റെ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വന്ന് പറയണ്ടെന്ന് തോന്നിപ്പോയി. കാരണം സ്വാഭാവികമായിട്ടും നന്നായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട് എന്നൊക്കെ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം സ്വാഭാവികം തോന്നൂലേ? നമ്മള് മനുഷ്യന്മാരല്ലേ, വേണ്ട ഇനി ആരും പറയണ്ട കേട്ടാ. മോശമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞോ. കാരണം അത് നമുക്ക് നമ്മളെ പോരായ്മകളെ നന്നാക്കാൻ അത് ഉപകാരപ്പെടും. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുമ്പോ അത് ചൂണ്ടിക്കാണിക്കണം ശരിക്കും, അല്ലേ? രണ്ടാമത് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ മുഖസ്തുതികള് നല്ലത് പറയുമ്പോ അത് പ്രകടിപ്പിക്കൂല ചില ആൾക്കാർ, പക്ഷെ ഉള്ളിൽ ഭയങ്കര സന്തോഷിക്കും. ഏതിലാ നമ്മൾ പെടുന്നേന്നുള്ളതിലാണ് മൊത്തത്തിൽ ആശങ്ക. ലാ ഹൗല വലാ, അല്ലേ? ഇതിലൊന്നും പെടാൻ പാടില്ല ശരിക്കും. അതായത് പറയുന്ന വിമർശനങ്ങൾ കേൾക്കുമ്പോ ഇതുപോലെ തിരിച്ചൊന്നും പ്രതികരിക്കുകയും ചെയ്യില്ല, പക്ഷെ ഉള്ളിൽ ഭയങ്കര വിഷമവും ഈ പറഞ്ഞ ആളോടൊരു ഇതൊക്കെ ഉണ്ടാവും, ഉള്ളില് ദേഷ്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതും അത്ര നല്ല ഒരു ക്വാളിറ്റി അല്ല എന്നാ പറയുന്നത്. എന്നാ മൂന്നാമത്തെ ഒരു ഘട്ടം പറഞ്ഞത് പ്രശംസിക്കുമ്പോഴും ആക്ഷേപിച്ചാലും എല്ലാം ഒരേ അവസ്ഥ, ഒരേപോലെ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത് വെച്ചാല് അല്ലെ, ഒരു അമ്മീജം പാല് കൊടുക്കുന്ന ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുമ്പോൾ ആ വിഷയത്തില് ആൾക്കാർ നല്ലത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ടോ ആൾക്കാർ കുറ്റപ്പെടുത്തിയെന്ന് വിചാരിച്ചിട്ടോ അവർക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, അല്ലെ? നോ പ്രോബ്ലം. കാരണം അതെന്താണ്, അവരുടെ കടമ നിർവഹിക്കുകയാണ്, അല്ലെ? കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് കൊടുക്കാന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്, അത് ബാധ്യതയാണ്, അല്ലെ? ശരിക്കും പറഞ്ഞാല് ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാകണം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഉത്തരവാദിത്തം, നമ്മളുടെ ലക്ഷ്യം എന്താണ്? സ്വർഗം. അപ്പൊ സ്വർഗത്തിന് വേണ്ടിയുള്ളതാകണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, റബ്ബിന് വേണ്ടിയിട്ടുള്ളതാകണം. അത് ആര് നമ്മളെ പുകഴ്ത്തിയാലും ആര് നമ്മളെ ഇകഴ്ത്തിയാലും നോ പ്രോബ്ലം. നമ്മളിങ്ങനെയാണോ? ആരെങ്കിലും നമ്മള് പുകഴ്ത്തുമ്പോ നമ്മളെ അവസ്ഥ എന്താ, ആരെങ്കിലും നമ്മൾ ഇകഴ്ത്തുമ്പോ നമ്മളെ അവസ്ഥ എന്താ? ഓരോരുത്തരും സ്വന്തം ചിന്തിച്ചാൽ മതി കേട്ടാ. അവരെങ്ങനെയാണ് ഇവരെങ്ങനെയാണെന്ന് നമ്മൾ നോക്കണ്ട. എന്നെ കുറിച്ച് എന്നോട് ഒരാൾ നല്ലത് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ, എന്നെ കുറിച്ച് ഒരാൾ മോശമായിട്ട് പറയുമ്പോൾ എങ്ങനെയാ ഞാൻ പ്രതികരിക്കുന്നത്, നമ്മളുടെ മൈൻഡ് എങ്ങനെയാ പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എന്താ, അത് നമുക്കെല്ലാം അറിയൂ, വേറെ ആർക്കും അറിയില്ലല്ലോ, അല്ലെ? അള്ളാഹുവേ, നല്ല ഇഖ്ലാസുള്ള നല്ല പക്വതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ പറഞ്ഞ നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തൗഫീഖ് നൽകണേ. നാലാമത്തെ ഒരു സ്റ്റേജ് പറഞ്ഞത് അത് വലിയ ഏറ്റവും എന്താ പറയാ സൂപ്പർ ടോപ്പ് ലെവലാണത്. അതിലേക്കൊക്കെ എത്താന്ന് പറയുന്നത് അത്രയും നല്ല ഇഖ്ലാസുള്ള ആളുകൾക്ക് അതിന് സാധിക്കും എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതെന്താ അറിയോ? വിമർശനങ്ങളെ ഇഷ്ടപ്പെടും. വിമർശിക്കപ്പെടുമ്പോ അത് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമായി കണ്ട് ആ വിമർശിക്കുന്ന ആളുകളെ പോലും ഇഷ്ടപ്പെടും. സുബ്ഹാനല്ലാഹ്. അങ്ങനൊക്കെ ആവണമെങ്കിലേ അല്ലാഹു അക്ബർ, എത്രമാത്രം മനസ്സിന് വിശാലത വേണം. നല്ല ഹൃദയ വിശാലത തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു അക്ബർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതിലെ അവസാനം അബൂബക്കർ റളിയല്ലാഹു ഒരു പ്രാർത്ഥനയും പറയുന്നുണ്ട്, അല്ലെ? അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ പറഞ്ഞിട്ട് അള്ളാഹുവെ അല്ലെ പുകഴ്ത്തപ്പെട്ട ആള് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. എന്തായാലും അള്ളാഹു നല്ല ഇഖ്ലാസോട് കൂടി കർമ്മങ്ങൾ ഏറ്റവും നല്ലതാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം നമ്മള് മുഖം കുത്തി നിലയിലായി പോകരുത് നമ്മളുടെ ജീവിതം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക്, അതിനാണ് ഫസ്റ്റ് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്, അല്ലെ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാ? ഈ ഒരു ആയത്ത് ഓതുമ്പോ അള്ളാഹു തആല ഈ ഒരു ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ്
നമ്മളെ മുമ്പിൽ ഇട്ട് തന്ന ചോദ്യങ്ങൾ മുഴുവനും നമ്മൾ കണ്ണ് തുറന്ന് കാണണം. കണ്ണ് മാത്രം തുറന്നാ പോരാ, നമ്മളെ ഹൃദയങ്ങൾ തുറന്നിട്ട് ചിന്തിച്ചിട്ടില്ലേ ആകാശങ്ങളെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്, ഭൂമിയിലെ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച്, ആകാശത്തിലൂടെ പറക്കുന്ന പറവകളെ കുറിച്ച്, ഒരു ശിക്ഷ അള്ളാന്റെ ഭാഗത്തുനിന്ന് വന്നാലുള്ള കാര്യത്തെ കുറിച്ച്, അള്ളാഹു നമുക്ക് നൽകിയ റിസുഖ് എങ്ങാനും പിടിച്ചു വെച്ചാലുള്ള അവസ്ഥയെ കുറിച്ച്, ഇതെല്ലാം നീ കണ്ണ് തുറന്ന് ഹൃദയം തുറന്ന് ചിന്തിക്ക് മനുഷ്യ. ഇങ്ങനെ അള്ളാഹ് നമ്മളെ മുമ്പിൽ കുറെ ചോദ്യങ്ങൾ ഇട്ട് തന്നത് അതിനു വേണ്ടിയിട്ടാ. എന്നിട്ടും ഇല്ലേ ഇതൊക്കെ നമ്മളെ മുമ്പിൽ ഇട്ട് തന്നിട്ടും നീ മുഖം കുത്തി നിലത്ത് മുഖം കുത്തിയവനായ നിലയിലാണോ നടക്കുന്നത്? അങ്ങനെയുള്ളവനാണോ സന്മാർഗം പ്രാപിച്ചവൻ? അതല്ല നേരെ ചൊവ്വെ ജീവിക്കുന്ന ആളാണോ? സിറാത്തൽ മുസ്തഖീം അല്ലെ, ഇസ്തിഖാമത്ത് അത്യാവശ്യം നമ്മളെ ജീവിതത്തിൽ. ഇസ്തിഖാമത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകണം, എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് നിർത്താം. അടുത്ത ആയത്തിന് നമുക്ക് അടുത്താഴ്ച എടുക്കാം ഇൻഷാ അള്ളാ. അതായത് നമ്മൾ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുന്നവരാണല്ലോ അല്ലെ, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഉണ്ടായിരിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകൾ പറയുന്നുണ്ട്. അതില് ഒന്നാമതായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട കാര്യം എന്താണെന്നറിയോ? അറിവാണ്, ഇൽമ്. നമ്മൾ പഠിക്കണം, ശരിയായ അറിവ് നമ്മൾ നേടണം. സുബ്ഹാനല്ലാഹ്. ശരിക്കും പഠിച്ചാലല്ലേ പിന്നെ എന്ത് കാര്യത്തെക്കുറിച്ചും നമുക്കത് ചെയ്യാൻ സാധിക്കൂ അല്ലെ? ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാലല്ലേ നമുക്ക് കറക്റ്റ് അത് ചെയ്യാൻ കഴിയൂ. ഇപ്പൊ ഒരാള് വന്നിട്ട് നമ്മളോട് പറയുന്നത് ഇന്ന് രാത്രത്തെ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കണം, ഇന്ന് ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറയുന്നു. ഒന്നും അറിയാത്തൊരു കുട്ടീന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ആ കുട്ടി എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൂലേ? ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ആദ്യം എന്താക്കണം? അത് പഠിക്കണം. ഇന്നിപ്പോ കുട്ടികൾ വേഗം എന്താക്കും? യൂട്യൂബ് എടുത്തിട്ട് ചിക്കൻ ബിരിയാണി റെസിപ്പി അടിക്കൂലേ? അപ്പൊ പല വിധത്തിലുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള റെസിപ്പീസ് അങ്ങ് വരും. അത് നോക്കി കുട്ടികൾ ചെയ്തോളും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവിടെയും എന്ത് വേണം? ഒരു ഇൽമ് വേണം അല്ലെ? അത് എടുക്കാനും തുറക്കാനും നോക്കാനും ചെക്ക് ചെയ്യാനും ഒക്കെ ഇൽമ് വേണം. ഇതുപോലെ തന്നെ ഇത് ദുനിയാവിന്റെ കാര്യത്തില്. നാളെ നമുക്ക് സ്വർഗത്തിൽ നല്ല ചിക്കൻ ബിരിയാണി കിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടേക്കുള്ള ബിരിയാണിക്ക് വേണ്ട പ്രിപ്പറേഷൻ നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്യണം അല്ലെ? വേണ്ടേ? സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാല് സ്വർഗത്തിൽ ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, ഒരു സ്റ്റാർട്ടർ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന്റെ പിന്നെ രുചിയും ഇതെല്ലാം പറയുന്ന എന്താ പറയാ, അതൊരിക്കൽ കുടിച്ചാൽ തന്നെ പിന്നെ ഇതൊന്നും ഉണ്ടാവൂല, ദാഹം വിശപ്പൊന്നും ഉണ്ടാവൂല പറയുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം ആസ്വാദനാണ് അല്ലെ? എന്താണ് നല്ല എന്റെ ഒരു കാട ഫ്രൈ ചെയ്ത് വെച്ച അങ്ങനെ എന്തോ ആണ് സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മള് ദുനിയാവിലെ ഇതിനോടൊന്നും നമ്മൾ ഉപമിക്കേണ്ടല്ല. ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്ക് കാണണ്ടേലേ അല്ലാഹു തആല നമുക്ക് ഒരുക്കി വെച്ച സൽക്കാരങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പൊ നമ്മളെല്ലാം പഠിക്കാൻ തയ്യാറാകണം. പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. പല വിഷയങ്ങളിലും ഓരോരുത്തർ സംശയങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കാം, റബ്ബേ ഇതെനിക്ക് അറിയില്ലല്ലോ പഠിച്ചോന്, ഇതൊന്ന് പഠിക്കണം, ഇതൊക്കെ പഠിക്കണം റബ്ബേ, എല്ലാം പഠിക്കാൻ നീ തൗഫീഖ് താ അല്ലാഹ്, സമയം താ റബ്ബേ, സമയത്തിൽ നീ ബർക്കത്ത് ചെയ്ത് താ റബ്ബേ. നമ്മൾ പഠിക്കണം. പിന്നെ ഈ നമ്മൾ മറ്റുള്ളവരെ തൗഹീദ് അള്ളാന്റെ ദീനിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ എന്താവണം എന്ന് പറയുന്നറിയോ? കാരുണ്യമുള്ളവരാകണം എന്ന് പറയുന്നത്. യകൂന റഹീമൻ. നമ്മള് കരുണയുള്ളവരായിരിക്കണം എന്ന് പറയുന്നത് അല്ലെ? അള്ളാന്റെ റസൂലിനെ അള്ളാഹു തആല കാരുണ്യമായിട്ടല്ലേ ഇറക്കിയത്. അങ്ങേയറ്റത്തെ വിനയം ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകണം ഇല്ലേ? നമ്മള് കരുണയില്ലാത്ത പരുഷ സ്വഭാവിയും കർക്കശക്കാരനും ആണെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുമോ? നമ്മളൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ വരൂല. നമ്മുടെ സ്വഭാവം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. റഹ്മത്ത് ഉണ്ടാകണം നമുക്ക്, കാരുണ്യം, മറ്റുള്ളവരോട് വിനയം അല്ലെ? വിനയാന്വിതരായ രീതിയിൽ അള്ളാന്റെ മുമ്പിലും എല്ലാരും മുമ്പിലും നമ്മൾ എന്താക്കണം? വിനയം കാണിക്കണം. ആരെയും ആട്ടിയകറ്റാൻ പാടില്ല, എല്ലാരെയും സന്തോഷത്തോടെ സ്വീകരിക്കണം. എല്ലാവർക്കും എളുപ്പം കൊടുക്കണം. ആർക്കും എന്താക്കാൻ പാടില്ല? ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് ഒരാൾ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല എന്ന് സ്വയം അങ്ങ് തീരുമാനിക്കണം.
എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അതെന്റെ വാക്കുകൾ കൊണ്ടോ അല്ലെ എന്റെ നോട്ടം കൊണ്ടോ എന്റെ കർമ്മം കൊണ്ടോ ഒരാൾക്കും എന്തുണ്ടാകാൻ പാടില്ല, ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചാൽ തന്നെ നമ്മൾ കുറേ നന്നാവും. എളുപ്പം കൊടുക്കുക, പ്രയാസാക്കാതിരിക്കുക. പിന്നെ പറയുന്നത് എന്താ അറിയോ, ഹിക്മത്ത് ഉണ്ടാകണമെന്ന്. ഹിക്മത്ത് ഹിക്മത്ത് വെച്ചാൽ എന്താ അറിയോ, നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ പറയാൻ പറ്റൂല. ഓരോരുത്തർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അല്ലെ. ചെറിയ കുഞ്ഞ് ചെറിയ കുഞ്ഞിന് എന്താ ആവശ്യം? മുലപ്പാലാണ് അല്ലെ, അതിന് പാലാണ് ആവശ്യം. അതിന് നമ്മൾ ചിക്കൻ ബിരിയാണി കൊടുത്താൽ ശരിയാവുമോ? ആരെയും കൊടുക്കോലേ? ഇല്ലല്ലോ. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഹസീന ടീച്ചർ കുറെ നേരമായാലും ചിക്കൻ ബിരിയാണി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മള് എല്ലാവർക്കും അല്ലെ, ചെറിയ ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഓരോ ആളുകൾക്ക് അനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുന്നതിന് അതിൻ്റെതായ മാന്യത നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാം. വലിയ വലിയ വിഷയങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ആളെ ഫുൾ പ്രശ്നത്തിലാക്കാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ അതിലേക്ക് കൊണ്ടുവരണം അല്ലെ. അതാണ് ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തില് കുറച്ച് കാര്യങ്ങൾ എപ്പോഴും പറയുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്, ചെരുപ്പ് ധരിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, ബിസ്മി ചൊല്ലുന്നത്, വലത്തേതിന് മുന്തിക്കുന്നത്, അതൊക്കെ കുഞ്ഞു കാര്യങ്ങള്. പക്ഷെ അതിനൊക്കെ വലിയ പ്രതിഫലം ഉണ്ട് കേട്ടാ, വലിയ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് നമ്മളെ ഹയാത്താക്കിയാൽ എത്രയാ പ്രതിഫലം നമുക്ക് അറിയൂല. ലാ ഹൗല വലാ. അപ്പം നമ്മള് വലിയ വലിയ കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ആൾക്കാരെ പ്രയാസത്തിലാക്കാതെ ഹിക്മത്തോടെ കുഞ്ഞു കുട്ടികളോട് അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കണം. ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. നമ്മൾ വലിയ കൽപ്പിക്കുന്ന ഒരാള് അവരെ നമ്മളെ അനുസരിക്കുന്ന ഒരാള് എന്നുള്ള രീതിയിലാകാൻ പാടില്ല ആരോടായാലും. പിന്നെന്താ വേണ്ടെന്നറിയോ, അയ്യക്കൂന കരീമൻ, മാന്യമായ രീതിയിൽ അല്ലെ. എപ്പോഴും ദാവത്ത്, അള്ളാന്റെ മാർഗത്തിൽ ദാവത്ത് ചെയ്യുന്ന ഒരാള് അവന്റെ സമയവും സമ്പത്തും ശരീരവും എല്ലാം അള്ളാന്റെ മാർഗത്തിൽ എപ്പോഴും ചെലവഴിക്കാൻ തയ്യാറാകണം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലേ. നമ്മൾ എല്ലാ സമയത്തും അതിന് റെഡി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലെ. നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടല്ലേ, ഒരുപാട് ചിന്തകളുണ്ട്. നമ്മൾ കൂട്ടായിട്ടും അല്ലെ സംഘമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാരും ദുആ ചെയ്യണേ ലക്ഷ്യത്തിലേക്ക് എത്താൻ. പിന്നെ സലീമാകണം. സലീം എന്ന് വെച്ചാൽ എന്താ അറിയോ, നമ്മള് ആളുകൾ നല്ലത് പറയുന്നതിന് വേണ്ടിയോ അല്ലെ ആൾക്കാരുടെ പ്രശംസ കിട്ടുന്നതിന് വേണ്ടിയോ ആകാൻ പാടില്ല. എല്ലാ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൽബൻ സലീമായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ കലാമ് പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ നോട്ടങ്ങളിലും എല്ലാം നമുക്ക് ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ റഹ്മാനായ റബ്ബേ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിന്റെ തൃപ്തിയും പ്രീതിയും നിന്റെ ഇഷ്ടവുമാണ് അള്ളാഹുവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നീ ഇഷ്ടപ്പെടുന്ന, നിന്നെ തൃപ്തിപ്പെടുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ മനുഷ്യരാണ്. മനുഷ്യ സഹജമായി ഒരുപാട് വീഴ്ചകൾ ഞങ്ങൾക്ക് വന്നു പോകുന്നുണ്ട് അല്ലാഹുവേ. ഞങ്ങളുടെ വാക്കിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾക്കതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ചെയ്തു പോയ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾക്ക് പകരമായി ഒരുപാട് അമല് സാലിഹാത്തുകൾ ചെയ്യാനുള്ള നല്ല തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ എന്നുള്ള ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് എല്ലാവർക്കും. അല്ലാഹുവേ നല്ല ആഫിയത്ത് നൽകണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. ഉന്മേഷവും ഉത്സാഹവും നൽകണേ റഹ്മാനെ. അലസതയിൽ നിന്നും മടിയിൽ നിന്നും പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. അല്ലെ പലരും വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്.
പേരുകൾ പറയാൻ പോലും കിട്ടാത്ത പല അസുഖങ്ങളാണ് ഇന്ന് ദുനിയാവിലുള്ളത്. എല്ലാ രോഗികൾക്കും നീ ആശ്വാസം നൽകണേ റഹ്മാനെ, ഷിഫ നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, ക്ഷമ നൽകണേ അല്ലാ. ആ ക്ഷമിക്കുന്നതിനൊക്കെ പകരമായി കണക്കില്ലാത്ത പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. വലൈക്കും സ്സലാം.